ഇതുവരെ പഠിച്ചു തീർന്നിട്ടില്ല, ഇനി എന്തൊക്കെ പഠിക്കണം, ഇനി എങ്ങനെ പഠിക്കണം എന്നൊക്കെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും നമ്മൾ എക്സാമിൻ്റെ ലാസ്റ്റ് ടൈമിലായിട്ട്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോട്ട്സ് പ്രിപ്പറേഷൻ ആണ്. അതായത് നമ്മൾ ഒരു ചാപ്റ്ററിൽ കുറേ പഠിക്കാനുണ്ടാവും. അപ്പോൾ നമ്മളതെല്ലാം കൂടി വാരി വലിച്ച് പഠിക്കാതെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാക്കിയിട്ട് നമ്മൾ നോട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് എപ്പോഴും അത് മാത്രമായിട്ട് പഠിക്കാൻ നോക്കുക. യൂസ് ഡിഫറെൻറ്റ് ഹൈലൈറ്റേഴ്സ് ആണ്. അതായത് നമ്മൾ എപ്പോൾ പഠിക്കാനിരിക്കുന്നു അപ്പോൾ നമ്മൾ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കുറേ കളേഴ്സിൽ ഹൈലൈറ്റേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ബ്ലൂ കളർ ഡെഫിനിഷൻസ് ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഗ്രീൻ കളർ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ റെഡ് കളർ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സിനൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് യുവർ ടൈം എന്നാണ്. അതായത് നമ്മളെ സമയത്തെ ഡിവൈഡ് ചെയ്യുക. ഓരോ സബ്ജക്റ്റിനും സ്പെസിഫിക് ആയിട്ടുള്ള ടൈം കൊടുക്കാൻ നോക്കുക. നിങ്ങളിപ്പോൾ 1 മണിക്കൂർ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ തന്നെ സ്വിച്ച് ചെയ്യുക, സബ്ജക്റ്റ് സ്വിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കെമിസ്ട്രി വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ ബയോളജി പഠിക്കാം, അങ്ങനെ പഠിക്കാം. അപ്പോൾ ഒരു മടുപ്പ് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മടുക്കാൻ നോക്കും, തീരെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതായിട്ട് മാറും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. എപ്പോഴും ടെൻഷൻ ഇല്ലാതെ മൈൻഡ് എപ്പോഴും കൂളായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്യുക. ഒരു 1 ഹവറോ തീരെ ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്സ് അതൊക്കെ കഴിക്കുന്നത് കുറച്ചുകൂടി മൈൻഡ് നല്ല കൂളായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്ലീപ്പ്, അതായത് ഒരു ഗുഡ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് നമുക്ക് കിട്ടിയിരിക്കണം. ഒരു 6-7 മണിക്കൂറെങ്കിലും നല്ല മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ഉണ്ടായിട്ടിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഇതെല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക.